ഹലോ, വെൽക്കം ബാക്ക് ടു naju'swellnessworld. ഇന്ന് നമുക്ക് തേങ്ങാച്ചോറ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ ആണെങ്കിൽ നല്ല പണിയെടുക്കണം, പക്ഷെ ഇത് അതേപോലെ ഒന്നല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ ഒരു ഗ്ലാസ് അളവിൽ 3 ഗ്ലാസ് മട്ടരി എടുത്തിട്ടുണ്ട്. പല അരി വെച്ചും ഉണ്ടാക്കുന്നവരുണ്ട്, പക്ഷെ കുത്തരി വെച്ച് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇത് നന്നായി കഴുകി വെള്ളം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മൺകലത്തിലേക്ക് മാറ്റാം. മൺകലത്തിലും അതേപോലെ അടുപ്പിലൊക്കെ വെക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കണേ. തേങ്ങാച്ചോറ് എന്നല്ലേ പറയില്ല, അപ്പോൾ തേങ്ങ തന്നെയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. തേങ്ങ എത്ര കൂടുതൽ ചേർത്താലും നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ പറ്റാവുന്ന അത്ര കൂടുതലായിട്ട് തന്നെ ചേർക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 പിടി ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിയുടെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, എത്ര കൂടുതൽ ചേർത്താലും നല്ലതാണ്. അപ്പോൾ അതും കൂടുതൽ എടുക്കാൻ വേണ്ടി നോക്കുക. ഞാനിപ്പോൾ ഒരു 2 പിടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് കയ്യിൽ ഉപയോഗിച്ചിട്ടൊന്നല്ല മിക്സ് ചെയ്യേണ്ടത്, കൈ കൊണ്ട് തന്നെയാണ്. കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴേ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇത് ഞരടി പിടിപ്പിക്കുക എന്നൊക്കെയാണ് പറയൽ. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ആ തേങ്ങയുടെയും അതേപോലെ ഉള്ളിയുടെയും ഉലുവയുടെയും ഒക്കെ പാടൊരു നല്ല മണം വരും. ഞരടിയിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയും ഉള്ളിയും ഉലുവയും ഇതാണിപ്പോൾ ഇതിൽ എടുത്ത് പറയാൻ മാത്രമുള്ള ഇൻഗ്രീഡിയൻസ്. എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവണ തന്നെയാണ്. നല്ല മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് വെള്ളം എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 3 ഗ്ലാസ് അരി എടുത്തുകൊണ്ട് 9 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിലേക്ക് മാറ്റുക. അടുപ്പിൽ വെക്കുമ്പോൾ ആദ്യം നല്ല തീയിൽ തന്നെ വെക്കുക. ഗ്യാസിലും വെക്കാട്ടോ, പക്ഷെ അടുപ്പിൽ വെക്കുമ്പോഴാണ് തേങ്ങാച്ചോറിനൊക്കെ ആ ഒരു രുചി കിട്ടുക. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, തിളയ്ക്കണതിൻ്റെ മുമ്പ് തന്നെ. കാരണം മൺകാലം ആയതുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ തീ കൂട്ടി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിളച്ച് പുറത്തേക്ക് പോവാതെ നോക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കുക, കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടിയിൽ നിന്നൊക്കെ അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലാണ് വേവേണ്ടത്. 1 മണിക്കൂറൊക്കെ ഏകദേശം എടുക്കും വേവാൻ. ഇതാ ഇപ്പോൾ ചെറിയ തീയുള്ളൂ. ഈ കനലിൽ കിടന്നിട്ടാണ് ഇനി 1 മണിക്കൂർ ഇത് വേവേണ്ടത്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതാ അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല, ഒരു പാകത്തിനുള്ള വേവാണ് ആയിട്ടുള്ളത്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങാച്ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറുമ്പോൾ സെർവ് ചെയ്യാം. ഇപ്പോൾ 1 മണിക്കൂർ തന്നെ വെച്ചിട്ടുള്ളൂ. ചെറിയ തീയിലാണ് വെച്ചത്. അതിപ്പോൾ ഗ്യാസിലായാലും ചെറിയ തീയിൽ വെക്കാൻ ശ്രദ്ധിക്കുക. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആവും ഉണ്ടാവുക. അപ്പോൾ കുറേ പേർക്ക് അറിയണുണ്ടാവും. ഞാനിപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക, കമൻസൊക്കെ അറിയിക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.